അങ്ങനെ പകലത്തെ കറക്കത്തിന് ശേഷം ഒരു റെസ്റ്റ് ഒക്കെ എടുത്ത് നൈറ്റ് ആയപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഉള്ളത് ബാച്ചർസി പവർ സ്റ്റേഷന്റെ അടുത്താണുള്ളത്. ഈ കാണുന്ന ഒരു 4 ഗോപുരം പോലെ നിൽക്കുന്ന ആ ഒരു കെട്ടിടമാണ് ബാച്ചർസി പവർ സ്റ്റേഷന്റെ ഒരു മെയിൻ ബിൽഡിംഗ്. അതായത് ഒരു കാലത്ത് 1930-ലാണ് ഈ ബാച്ചർസി പവർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു പവർ സ്റ്റേഷൻ ആയിരുന്നു. കൽക്കരിയും കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പവർ സ്റ്റേഷൻ ആയിരുന്നു. അതായത് ലണ്ടൻ നഗരത്തിന് വേണ്ട പവറിന്റെ 1/5 ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഈ ഒരു പവർ സ്റ്റേഷനാണ്. പക്ഷേ കൽക്കരി കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന വലിയ എയർ പൊല്യൂഷൻ കാരണം ഇത് 1980-ൽ, അതായത് 50 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം 1980-ൽ ഇതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഇതിനകത്ത് നമുക്ക് ധാരാളം അതായത് ഷോപ്പിംഗ് മാളുകളാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഇഷ്ടംപോലെ കടകളുണ്ട്, അതുപോലെ തന്നെ ഹോട്ടൽസ് ഉണ്ട്. അങ്ങനെ മെയിനായിട്ട് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അതുപോലെ ഇഷ്ടംപോലെ ഈവൻറ്റ്സ് ഇവിടെ നടത്താറുണ്ട്. പല സമയത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ പല പല ഈവൻറ്റ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതിന് 4 ഗോപുരം പോലെ, ഒരു 4 ചിമ്മിനി പോലെ നമ്മൾ നിൽക്കുന്ന കണ്ടിരുന്നു. അതിനകത്ത് നോർത്ത് വെസ്റ്റിലുള്ള ചിമ്മിനിയുടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ കയറാൻ പറ്റും. അത് ഏകദേശം ഒരു 180 മീറ്റർ, ലിഫ്റ്റ് 109 എന്നാണ് ആ ഒരു ഇതിന് നമുക്ക് അറിയപ്പെടുന്നത്. അതായത് ഏകദേശം നമുക്ക് ആ 109 മീറ്റർ പൊക്കത്തിൽ നമുക്ക് കയറാൻ പറ്റും. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലണ്ടൻ സിറ്റിയുടെ ഒരു 360 ഡിഗ്രിയുള്ള ഒരു പനോരമിക് വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ബാച്ചർസി പവർ സ്റ്റേഷന്റെ ഏറ്റവും ടോപ്പിൽ കയറാം, അതല്ലാന്നുണ്ടെങ്കിൽ ലണ്ടനയിൽ കയറാം. ലണ്ടനയിൽ ഏകദേശം 140 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. അപ്പം ഈ രണ്ടിടത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ലണ്ടൻ സിറ്റി ഫുള്ള് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി ഒരു ക്രൂസ് ട്രിപ്പ് പോവാണ്. നമ്മുടെ തേംസ് റിവറിൽ കൂടെ ലണ്ടൻ സിറ്റി ഫുള്ള് കറങ്ങാൻ പോവുകയാണ്. നമ്മളങ്ങനെ പവർ സ്റ്റേഷന്റെ വെളിയിൽ ഇറങ്ങി. ഈ പവർ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ തേംസ് റിവറിൽ കൂടെ ക്രൂസ് ട്രിപ്പ് ഇങ്ങനെ നമുക്ക് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. നമ്മളങ്ങനെ ഓൺലൈനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ക്രൂസിൽ കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാം കേട്ടോ. നമ്മളങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇതുണ്ട് നമ്മുടെ പവർ സ്റ്റേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇതുണ്ട്, നമ്മൾ ബോട്ട് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ നിൽക്കുവാണ്. ഈ റിവറിനെ കുറുകെ നമുക്ക് ധാരാളം പാലങ്ങൾ കാണാം. അതെല്ലാം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു. ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. നമ്മളങ്ങനെ ബോട്ടിൽ കയറി കേട്ടോ. ഇവിടെ ഏകദേശം 20 മിനിറ്റ്, അരമണിക്കൂർ ഗ്യാപ്പിലൊക്കെ ബോട്ടുകൾ ഇഷ്ടംപോലെ വരാനുണ്ട്. ഈ ബോട്ടിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് 2 സെക്ഷനായിട്ടാണ് ഉള്ളത്. ഒരു സെക്ഷനിൽ നമ്മൾ ഈ കാണുന്ന പോലെ ചെറിയ കഫേയും അതുപോലെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ടേബിളും ചെയറും ഒക്കെ അടങ്ങുന്നതാണ് ഒരു സെക്ഷൻ. ഇനി ഈ കാണുന്ന സെക്ഷൻ നമുക്ക് സീറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ടേബിളൊന്നുമില്ല. അങ്ങനെ 2 സെക്ഷനാണ് ഈ ബോട്ടിലുള്ളത്. ഇത് ബോട്ടിന്റെ ഫ്രണ്ട് വശമാണ്. നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ഇല്ല. നമുക്കപ്പം തിരിച്ചു പോവാം. ഇതിന്റെ ബാക്ക് സൈഡിൽ ചെറിയ ബാൽക്കണി പോലെ ഉണ്ട്. അവിടെ നമുക്ക് പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊക്കെ ശരിക്കും കാണാൻ പറ്റും. അതല്ല നമുക്കിവിടെ സീറ്റുകളിൽ ഇരിക്കണമെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് ഇങ്ങനെ സൈഡ് വ്യൂ നമുക്ക് കിട്ടും. പക്ഷെ ശരിക്കും വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്ന നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോയി നിൽക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ബാൽക്കണി. ഇതുണ്ട്, ഇവിടെ കുറേ സീറ്റ്, നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫുള്ളൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. അകലെയായിട്ട് കാണാം. നമ്മുടെ ബാച്ചർസി പവർ സ്റ്റേഷൻ കാണാൻ പറ്റും. അതുപോലെ ഇതുണ്ടാവും മറ്റു സൈഡിൽ നമുക്ക് അടുത്ത കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ഇതെല്ലാം പോകുന്നത് ഈ നമുക്ക് ഇഷ്ടംപോലെ പാലങ്ങൾ ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതെല്ലാം ഫുള്ള് മറ്റേ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പഴയ പാലങ്ങളാണ്. ഇതുപോലെ തന്നെ ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുമ്പം ആ ലണ്ടൻ ബ്രിഡ്ജും ക്രോസ് ചെയ്തതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. രാത്രിയിൽ പോകുമ്പോൾ നമുക്ക് കെട്ടിടങ്ങളെല്ലാം ഭയങ്കര കളർഫുള്ളാണ്. അതുപോലെ തന്നെ പാലങ്ങളും എല്ലാം നല്ല ഫുള്ള് ലൈറ്റ് ഇട്ട് നല്ല അടിപൊളി രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നമുക്കതുപോലെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ ലണ്ടൻ ഐയും ഈ ലണ്ടൻ സിറ്റിയിലെ മെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ തേംസ് റിവറിൻ്റെ തീരത്തുള്ള മെയിൻ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ രാത്രിയിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ പാലമൊക്കെ നോക്കിയാണ് ഫുള്ള് ലൈറ്റ് ഇട്ട് നല്ല അടിപൊളി രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് അടുത്ത പാലം നോക്കി, എന്നാ കളറാന്ന് നോക്കി. അതുപോലെ കെട്ടിടങ്ങളൊക്കെ ഫുള്ള് ലൈറ്റാണ്. ആ പാലത്തിൻ്റെ കളർ കണ്ട വെള്ളത്തിൽ കൂടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ പോകുന്ന ബോട്ടിൽ അധികം തിരക്കൊന്നുമില്ല. ഇവിടുത്തെ കുറച്ച് പേരുണ്ട്. പിന്നെ നമ്മളൊരു 10-15 പേരാണ് ബാക്കിയുള്ള ആൾക്കാർ.
അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ബോട്ടിൻ്റെ എല്ലാ സൈഡിലും പോയി നിന്ന് എല്ലാ കാഴ്ചകളും ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നത് വെസ്റ്റ് മിനിസ്റ്റർ പാലസ് ആണ്. നല്ലൊരു അടിപൊളി കെട്ടിടമാണ് കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ അടുത്ത പാലത്തിൻ്റെ അടിയിൽ കൂടെ പോവുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ പാലമുണ്ട്, പക്ഷെ എല്ലാം ഇതുപോലെ ഇരുമ്പ് പാലങ്ങളാണ്. ഇതുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഫേമസ് ലണ്ടൻ ഐ. നല്ല ഫുള്ള് റോസ് കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലണ്ടൻ ഐയിൽ നമ്മൾ നാളെ കയറുന്നതാണ്. ഇതിൻ്റെ ഏകദേശം ഹൈറ്റ് 140 മീറ്റർ ഉണ്ട്. അതായത് നമ്മുടെ നേരത്തെ നമ്മൾ കണ്ട ബാത്റസി പവർ സ്റ്റേഷനെക്കാളും ഹൈറ്റ് കൂടുതലാണ്. ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ ലണ്ടൻ സിറ്റി ഫുള്ള് നന്നായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ബോട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോപ്പിൽ നിർത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്ക് ഏത് സ്റ്റോപ്പിലൂടെ നമുക്ക് ഇറങ്ങാം. നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കിട്ടുന്ന സ്റ്റോപ്പിലാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നമ്മളങ്ങനെ ഏകദേശം ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. ഇത് ഒരു റോഡിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോരുന്നത്. വലിയൊരു ഹൈവേ ആണത്. നമുക്ക് വണ്ടികളൊക്കെ നമുക്ക് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ബോട്ടിൽ പോകുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ പാലങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് ഈ കാണുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിന് ബാക്കിലായിട്ട് നിൽക്കുന്നത് ഷാർഡ് ടവർ ആണ്. നമ്മളങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് എത്താറായി. ഈ കാണുന്ന ഒന്ന് വേൾഡ് വാർ സെക്കൻഡിന് പോയ HMS ബെൽഫാസ്റ്റ് എന്ന ഷിപ്പും ഒരെണ്ണം വേൾഡ് ഫുള്ള് കറങ്ങിയ ഒരു ഷിപ്പുമാണ് കേട്ടോ. ഈ 2 ഷിപ്പിലും നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ആ കാണുന്ന കേട്ടോ ലണ്ടൻ ബ്രിഡ്ജ്. അതിൻ്റെ 2 സൈഡിൽ നിൽക്കുന്ന 2 ടവറാണ്. ആ ടവറിൽ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ക്രോസ് ചെയ്യാൻ പോകുന്നത് ലണ്ടൻ ബ്രിഡ്ജാണ്. നമ്മളങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുകയാണ്. നമുക്കറിയാം ചില പ്രത്യേക സമയത്ത് ഈ ബ്രിഡ്ജ് ശരിക്കും നല്ല ഹൈറ്റിൽ മുന്നോട്ട് പൊക്കി കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ വലിയ ഷിപ്പ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം നമ്മൾ രാവിലെ വരുന്നുണ്ട്. രാവിലെ 2-3 സമയങ്ങളിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതുണ്ട് നടുക്കൂടെ ഒരു ചെറിയൊരു ജോയിൻ്റ് പോലെ കാണാം. അവിടെ വെച്ചിട്ടാണ് ഇത് മേളിലോട്ട് പൊക്കുന്നത്. അപ്പോൾ നമുക്കത് രാവിലെ വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. നമ്മളങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഈ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഗ്രീൻവിച്ച് പെനിൻസുലയിലാണ്. നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രാവിലെ വന്നപ്പോൾ നമ്മൾ IFS കേബിൾ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പകലത്തെ വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ ഒന്നുകൂടെ കയറുന്നുണ്ട്. അതായത് രാത്രിയിൽ ആ വിഷ്വൽ കാണുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഗ്രീൻവിച്ച് എത്താറായി. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റോപ്പ്. നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ IFS കേബിൾ കാറിൽ കയറാൻ പോകുന്നതാണ്. ഇതാണ് കാക്കലായിട്ട് തന്നെ ഓറ്റുമാളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പകൽ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് ലൈറ്റിൽ നമുക്ക് ഓറ്റുമാളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പം കേബിൾ കാറിൻ്റെ അടുത്തേക്ക് പോകാം. നമ്മളങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി കേബിൾ കാറിൻ്റെ അടുത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കേബിൾ കാറിൽ കയറിയിട്ട് കാണാം. നമ്മളങ്ങനെ കേബിൾ കാറിൽ കയറി ഇതുണ്ടോ എന്നാ രസമാണെന്ന് നോക്കിക്കുക. ഫുള്ള് കെട്ടിടങ്ങളും റോഡുകളും എല്ലാം ഫുള്ള് ലൈറ്റാണ്. ഫുള്ള് കളർഫുൾ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ തേംസ് റിവർ ക്രോസ് ചെയ്തു. നോക്കി എന്നാ രസമാണെന്ന് നോക്കിക്കുക. താഴെയൊക്കെ ഫുള്ള് ലൈറ്റുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലം ആകാറായി. ഇനിയിപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ ഏകദേശം തീർന്നു. ഇനിയിപ്പം നാളെ നമ്മൾ മെയിനായിട്ട് ലണ്ടനായി നമ്മൾ കാണാൻ പോകും. അതുപോലെ തന്നെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട്, മാഡം ടുസാഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു അക്വേറിയം ഉണ്ട്, സീ ലൈഫ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ നാളെ മെയിനായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ക്ലിൻസ് ടെക്.